നമസ്കാരം. ഹിന്ദു വിരുദ്ധതയല്ല, രാഷ്ട്രീയ ഹിന്ദുത്വയോടുള്ള എതിർപ്പാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിയത് എന്ന നിലപാട് മുന്നോട്ട് വെച്ച് ഹിന്ദുമത കേന്ദ്രങ്ങളിൽ പരമസ്ഥാനത്തുള്ള 4 ശങ്കരാചാര്യ മഠങ്ങളിൽ ഒന്നിലെ മഠാധിപതി തന്നെ രംഗത്തു വന്നത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ പിന്തുണച്ച് ജ്യോതിർമഠത്തിലെ 46ാമത് ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ തന്നെ രംഗത്തു വന്നു. രാഹുലിന്റെ പ്രസംഗത്തിൽ ഹിന്ദു വിരുദ്ധതയില്ല എന്നും തെറ്റിദ്ധാരണ പരത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവിമുക്തേശ്വരാനന്ദ പറഞ്ഞതാണ് BJP നേതൃത്വത്തെ വെട്ടിലാക്കിയത്. രാഹുൽ ഗാന്ധി ഹിന്ദുമതത്തെ അപമാനിച്ചുവെന്ന് പറഞ്ഞതിന് ശേഷം താൻ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിശോധിച്ചുവെന്നും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് എന്നും ഹിന്ദുമതത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് തനിക്ക് ബോധ്യപ്പെട്ടതെന്നും അവിമുക്തേശ്വരാനന്ദ വ്യക്തമാക്കി. രാഹുലിന്റെ സംസാരം വളച്ചൊടിക്കുക, സന്ദർഭത്തിൽ നിന്ന് വാക്യങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുക എന്നീ കുറ്റകരമായ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്നും അവിമുക്തേശ്വരാനന്ദ സരസ്വതി കൂട്ടിച്ചേർത്തു. അത് ചെയ്തവരെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ട സ്വാമി താൻ ഒരിക്കലും പറയാത്ത കാര്യത്തിന് രാഹുലിനെ ഉന്നം വെക്കുന്നത് തെറ്റാണെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. ഹിന്ദുക്കൾക്ക് അക്രമത്തിൽ ഏർപ്പെടാൻ കഴിയില്ലെന്ന് രാഹുൽ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഭരണകക്ഷിയിലെ അംഗങ്ങളെയാണ് താൻ പരാമർശിച്ചതെന്ന് പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുകയാണെന്നാണ് രാഹുൽ ഭരണാധികാരികളോട് പറഞ്ഞത്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമാണ് രാഹുൽ ഗാന്ധി പരാമർശിച്ചത്, ഹിന്ദു സമൂഹത്തെ ആകെയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ജനുവരിയിൽ മോദി നടത്തിയ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഒഡീഷയിലെ ഗോവർദ്ധൻ മഠത്തിലെ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയും സ്വാമി നിശ്ചലാനന്ദ സരസ്വതിയും ചടങ്ങിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. അപൂർണമായ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഹൈന്ദവ ഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരുവരും നിലപാട് വ്യക്തമാക്കിയത്. ജൂലൈ 1 രാഹുൽ നടത്തിയ പ്രസംഗം ഹിന്ദു വിരുദ്ധമാണ് എന്നും ഹിന്ദുക്കളെയെല്ലാം അക്രമകാരികളായി ചിത്രീകരിക്കുന്നതാണ് എന്നുമായിരുന്നു BJP പറഞ്ഞിരുന്നത്. ഭയപ്പെടരുത്, മറ്റുള്ളവരെ ഭയപ്പെടുത്തരുത് എന്നാണ് ശിവൻ പറയുന്നത്. അദ്ദേഹം നിർഭയമായ ഭാവം കാണിക്കുന്നു, അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ സ്വയം ഹിന്ദുക്കൾ എന്ന് വിളിക്കുന്ന ചിലർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് സംസാരിക്കുന്നു എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. BJP നേതാക്കൾ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. എന്നാൽ മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമികൾ എന്ന് രാഹുൽ ഗാന്ധി വിളിച്ചെന്നാരോപിച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും രംഗത്തെത്തിയിരുന്നു. ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയതിന് രാഹുൽ മാപ്പ് പറയണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടിരുന്നു. നരേന്ദ്രമോദിക്ക് 2 തവണയും അമിത്ഷായ്ക്ക് 5 തവണയും രാഹുലിന്റെ പ്രസംഗത്തിനിടെ ഇടപെടേണ്ടിയും വന്നിരുന്നു. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമാസക്തം എന്ന് വിളിക്കുന്നത് വളരെ ഗുരുതരമാണ് എന്നായിരുന്നു മോദി എഴുന്നേറ്റു നിന്ന് സ്പീക്കർ ഓം ബിർളയോട് പറഞ്ഞത്. എന്നാൽ താൻ പരാമർശിക്കുന്നത് RSSനെയും BJPയെയും മോദി ഷാമാരെയും ആണെന്നും നരേന്ദ്രമോദിയോ BJPയോ RSSോ ഹിന്ദു സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നില്ല എന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി. ഹിന്ദുമതത്തിൽ സംഘപരിവാറിന് കുത്തകയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം രാഹുലിന്റെ പരാമർശത്തിനെതിരെ വലതുപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കോൺഗ്രസ് ആസ്ഥാനം വലതുപക്ഷ പ്രവർത്തകർ ആക്രമണത്തിനിരയാക്കിയിരുന്നു. BJPക്കും RSSനും എതിരെ പ്രസംഗിച്ചതിന് കോൺഗ്രസ് ഓഫീസുകൾ തകർക്കുന്ന സമീപനം സ്വീകരിച്ച ഹിന്ദുത്വ ശക്തികൾ രാഹുലിന്റെ പ്രസംഗത്തെ പിന്തുണച്ച ശങ്കരാചാര്യ മഠത്തിന് തീയിടുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും മഠാധിപതിക്ക് Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഈശ്വരോ രക്ഷതു എന്നല്ലാതെ എന്തു പറയാം.